ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ COVID-19 അല്ലെങ്കിൽ കൊറോണ എന്നൊരു വൈറൽ ഡിസീസ് ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് വേവും തേർഡ് വേവുമായി പൂർവാധികം ശക്തിയോടെ എല്ലാ രാജ്യങ്ങളിലും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ തന്നെ പല വേരിയൻസും വന്നത്, ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ വേരിയൻറ്റ്, UK വേരിയൻറ്റ്, അങ്ങനെ പലതും. എങ്കിൽ തന്നെ ഈ പുതുവത്സരത്തിൽ നമുക്ക് ഏവർക്കും ഒരു ശുഭപ്രതീക്ഷ നൽകിക്കൊണ്ട് പലതരം വാക്സിനുകളും ഇറങ്ങിക്കഴിഞ്ഞു. എന്നാൽ പൊതുജനങ്ങൾക്ക് പല സംശയങ്ങളും ഉത്കണ്ഠകളും ഈ വാക്സിനെ പറ്റിയുണ്ട്. എനിക്കുമുണ്ട് അത്തരം ഉത്കണ്ഠകളും സംശയങ്ങളും. അപ്പോൾ ഇത്തരം സംശയങ്ങൾക്കും നമുക്ക് വേണ്ടി ഇൻഫോർമേഷൻസ് നൽകുന്നതിന് വേണ്ടിയും നമ്മുടെ കൂടെ ഒരു അതിഥി ഇന്നുണ്ട്. ഡബ്ലിനിലെ പ്രശസ്തമായ സെൻറ്റ് ജെയിംസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റായും വർക്ക് ചെയ്യുന്ന മിസ്സസ് ജീജ ജോസഫാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായുള്ളത്. മിസ്സസ് ജീജ ജോസഫ്, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. റിയലി ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടെ. ഹാപ്പി ന്യൂ ഇയർ ടു എവരിബഡി ഹു ഈസ് വാച്ചിങ്. 2020 നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരുന്നു. നമുക്ക് പുത്തൻ പ്രതീക്ഷയുമായിട്ട് ഇപ്പോൾ വാക്സിൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും അയർലൻഡിൽ നമുക്ക് വാക്സിൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കുറേ ഹോസ്പിറ്റലുകളിൽ, ഞങ്ങളുടെ ഹോസ്പിറ്റലിലും വാക്സിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല പ്രതീക്ഷയാണ് നൽകുന്നത്. ഒത്തിരിയും ഇൻഫർമേഷൻസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ ചിലപ്പോൾ നമുക്ക് എല്ലാം വായിക്കാനായിട്ട് സമയം കിട്ടി എന്ന് വരില്ല. അങ്ങനെ ഉള്ളവർക്ക് ഒരു ചെറിയ ഒരു ഓവർവ്യൂ തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ സുനിൽ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ HSCയുടെ COVID-19 വാക്സിനേഷൻ്റെ ഗൈഡ് ലൈൻസിനെ ആസ്പദമാക്കിയാണ്. അതിനാൽ ഇത് പ്രധാനമായും അയർലൻഡിലെ എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ശ്രമിക്കുന്ന മറ്റു രാജ്യങ്ങളിലെ എൻ്റെ മലയാളി സുഹൃത്തുക്കൾ അതാത് രാജ്യങ്ങളിലെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏകദേശം എല്ലാം ഒരേപോലെ ആയിരിക്കാമെങ്കിലും ചില വേരിയേഷൻസ് ഈ ഗൈഡ് ലൈൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് മെയിൻലി അയർലൻഡിലെ മലയാള സുഹൃത്തുക്കൾക്ക് വേണ്ടിയെന്ന് പറയാൻ കാരണം. ഈ ഗൈഡ് ലൈൻസ് ആണ് ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നത്. HSCയുടെ COVID-19 വാക്സിൻ ഗൈഡ് ലൈൻസ്. ജോസഫ്, ആദ്യമേ എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് തരം വാക്സിനാണ് ഇപ്പോൾ HSC പൊതുജനങ്ങൾക്ക് വേണ്ടി ലഭ്യമാക്കിയിരിക്കുന്നത്? ഒന്ന് അതിനെപ്പറ്റി വിശദീകരിക്കാമോ? പലതരം വാക്സിൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ അയർലൻഡിൽ ആദ്യമായിട്ട് സാങ്ഷൻ ചെയ്തിരിക്കുന്നത് ബയോടെക്കിൻ്റെ ജർമ്മൻ മെയ്ഡ് വാക്സിനാണ്. ആ വാക്സിനാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനിയും കൂടുതൽ വാക്സിൻസ് പിന്നെ സാങ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് വരുന്നതനുസരിച്ചായിരിക്കും. പക്ഷേ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കമ്പനിയുടെ വാക്സിനാണോ എടുക്കുന്നത്, ഇത് 2 ഡോസുള്ള വാക്സിനാണ്. അപ്പോൾ 2 ഡോസും സെയിം കമ്പനിയുടെ വാക്സിൻ എടുക്കണം എന്നുള്ളതാണ്. അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത്, ഏത് തരത്തിൽപ്പെട്ട വാക്സിനാണ് ഈ ഫൈസർ ബയോടെക് വാക്സിൻ? നമ്മൾ കേട്ടിട്ടുണ്ട് ലൈവ് വാക്സിൻ, ലൈവ് അറ്റുനേറ്റഡ് വാക്സിൻ, അല്ലെങ്കിൽ കിൽഡ് വാക്സിൻ എന്ന് പറയും. ഈ ഫൈസർ ബയോടെക് വാക്സിൻ അതിൽ ഏത് ഗണത്തിൽപ്പെടും? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഫൈസർ വാക്സിൻ mRNA വാക്സിനാണ്. mRNA വാക്സിൻ എന്ന് പറഞ്ഞാൽ, ഈ വാക്സിൻ ഒരു ചെറിയ പ്രോട്ടീൻ അത് കോവിഡിൻ്റെ പ്രോട്ടീൻ കൺസിസ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. അത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിനെ റെസ്പോണ്ട് ചെയ്യും. അതായത് നമ്മുടെ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യും. ആ mRNA എന്ന് പറയുന്നത് മെമ്മറി കീപ്പ് ചെയ്യുന്നതാണ്. അതായത് ഈ ഒരു ഫോറിൻ ഒബ്ജക്റ്റിനോട് നമുക്കുണ്ടായ റെസ്പോൺസ്
നമ്മുടെ സിസ്റ്റത്തിൽ അത് ആൻറ്റിബോഡിയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ശരിക്കുള്ള കോവിഡ് വൈറസ് വരുമ്പോൾ ആ മെമ്മറി വെച്ചുകൊണ്ട് അത് കോവിഡ് വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട്, റിയൽ കോവിഡ് വൈറസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യും. അതായത് ഇത് ലൈവ് അറ്റന്യൂവേറ്റഡ് അല്ല, ഇത് ലൈവ് വാക്സിനും അല്ല. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിനെ ടീച്ച് ചെയ്യും എങ്ങനെയാണ് നമ്മൾ ഈ കോവിഡിനെ ഫൈറ്റ് ചെയ്യേണ്ടതെന്ന്. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, HSC ആർക്കെല്ലാമാണ് ഈ വാക്സിൻ ആദ്യമായി കൊടുക്കുന്നത്? ഇപ്പോൾ കേട്ടിട്ടുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് HSC ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ആരെല്ലാമാണ് ഈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്? അതൊന്ന് വിശദീകരിക്കാമോ? HSC വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും എത്തിക്കലായിട്ടും കൺസിഡർ ചെയ്തിട്ടാണ് വാക്സിൻ കൊടുക്കാനായിട്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് HSC വെബ്സൈറ്റിൽ അവൈലബിളുമാണ്. മെയിനായിട്ട് എങ്ങനെ അത് അഫക്റ്റ് ചെയ്തു എന്നുള്ളത്, കോവിഡ് വന്നപ്പോൾ അത് എങ്ങനെ ആൾക്കാർക്ക് അഫക്റ്റ് ചെയ്തു എന്നനുസരിച്ചാണ് HSC ഇത് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾക്ക് കോവിഡ് വന്നപ്പോൾ 56% ഓഫ് പെർസെൻറ്റേജ് അഫക്റ്റ് ചെയ്തത് എൽഡർലി പീപ്പിൾ ഇൻ നഴ്സിംഗ് ഹോമാണ്. അതുപോലെ ഏകദേശം 30% അഫക്റ്റ് ചെയ്തത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയാണ്. അത് കാരണം കൊണ്ട് മാത്രമാണ് ആദ്യം HSC 65 ഉള്ള നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ലോങ് ടേം കെയർ ഫെസിലിറ്റിയിലുള്ളവർക്കും അതോടുകൂടി തന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനും പ്രിയോറിറ്റി കൊടുക്കുന്നത്. അത് ആ സെറ്റ് ഓഫ് പീപ്പിൾ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ HSC ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പീപ്പിൾ 70 ആൻഡ് എബോവ്, അതുപോലെ അതർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് നോട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ, അങ്ങനെ അതുപോലെ ഒരു സീക്വൻഷ്യൽ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏജ് റെസ്ട്രിക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 18 ആൻഡ് എബോവ് ഈസ് എലിജിബിൾ ഫോർ വാക്സിൻ. 18 താഴെ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാക്സിൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടാണ്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ആർ ഓൺ സ്റ്റഡി, ആൻഡ് ആ സ്റ്റഡി ഇനിയും 2-3 വർഷത്തേക്ക് അത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഇതൊരു ന്യൂ വൈറസ് ആണ്. പക്ഷേ നമ്മുടെ സ്റ്റഡി അനുസരിച്ച് കുട്ടികളിൽ ഈ സ്റ്റഡി നടത്തിയിട്ടില്ല. അണ്ടർ 18 ഇതുവരെ സ്റ്റഡീസ് നടത്തിയിട്ടില്ല. അതുപോലെ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസിൽ ശരിക്കുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ ശരിക്കുള്ള സ്റ്റഡീസ് നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനി നമുക്ക് റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും നമ്മൾ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കാമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് HSC അണ്ടർ 18 ആൻഡ് പ്രഗ്നൻറ്റ് ലേഡീസ് ലാസ്റ്റ് ഓൺ ദ ലിസ്റ്റിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വാക്സിനേഷൻ ഏകദേശം തീരാനായിട്ട് കുറഞ്ഞത് ഓഗസ്റ്റെങ്കിലും ആകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും നമ്മൾക്ക് കൂടുതൽ സ്റ്റഡിയുടെ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ കോവിഡ് വാക്സിൻ നിർബന്ധമായി എടുക്കണോ, അതോ എനിക്ക് ഇഷ്ടമെങ്കിൽ എടുത്താൽ മതിയോ? അതിനെന്തെങ്കിലും ഓപ്ഷനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും മാനദണ്ഡം HSC പറഞ്ഞിട്ടുണ്ടോ? കോവിഡ് വാക്സിൻ എടുക്കുന്നത് വോളണ്ടറി ആയിട്ടാണ് എടുക്കേണ്ടത്. പക്ഷേ HSCയുടെ അഡ്വൈസ് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ കോവിഡ് വാക്സിൻ, നിങ്ങളുടെ പ്രിയോറിറ്റി അനുസരിച്ച് എപ്പോൾ കോവിഡ് വാക്സിൻ ഓഫർ ചെയ്യുന്നു അപ്പോൾ കഴിവതും എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്ക് മജോറിറ്റി ഓഫ് പീപ്പിൾ കവർ ചെയ്താലേ നമുക്ക് ഇതിൻ്റെ സ്പ്രെഡ് തടയാനും ഇതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ കഴിവതും നമ്മൾ എടുക്കാൻ ശ്രമിക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ ഇനി ഹോളിഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വീണ്ടും. അപ്പോൾ പല രാജ്യങ്ങളും ഒരു വാക്സിൻ പാസ്പോർട്ട്, കോവിഡ് വാക്സിൻ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന കേട്ടെ. ചിലപ്പോൾ ആപ്പായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ പലതും. അപ്പോൾ ഈ വാക്സിൻ കുത്തിയവർക്ക് മാത്രമേ ഈ ചിലപ്പോൾ വിമാനത്തിൽ പോലും അഡ്മിഷൻ കിട്ടുള്ളൂ. വിമാനം, പിന്നെ ചില പ്രത്യേക കളിസ്ഥലങ്ങൾ, ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ, കൺസർട്ട് ഏരിയകളിലൊക്കെ വാക്സിൻ ഇല്ലാത്തവർക്ക് മിക്കവാറും അവർ അഡ്മിഷൻ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയും കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ല. എന്താണ് ഈ വാക്സിൻ എടുത്താലുള്ള ബെനിഫിറ്റ്, ഗുണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? വാക്സിൻ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നമുക്ക് കോവിഡ് വാക്സിൻ എടുത്താൽ കോവിഡിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കോവിഡിൻ്റെ അസുഖങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രയോജനം. പിന്നെ കോവിഡ് വന്നിട്ടുള്ളവർ വിചാരിക്കും എന്തുകൊണ്ട് ഞങ്ങൾ എടുക്കണം, ഞങ്ങൾക്ക് ഓൾറെഡി വന്നതാണല്ലോ എന്ന്. ഇതൊരു പുതിയ വൈറസാണ്.
അത് കാരണം നമ്മൾക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിലും അത് എത്ര നാൾ നമുക്ക് ഇമ്മ്യൂണിറ്റി തരും എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരമില്ല. മജോറിറ്റി ഓഫ് സ്റ്റഡീസ് പറയുന്നു 90 ഡേയ്സ് വരെ നമുക്ക് വാക്സിൻ്റെ നമുക്ക് കോവിഡിൻ്റെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന്. പക്ഷേ നമുക്കത് ഒത്തിരി ഉറപ്പുള്ള കാര്യമല്ല. പിന്നെ വേറൊരു പ്രയോജനം എന്ന് പറയുന്നത്, നമുക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മൾ വാക്സിൻ എടുത്താൽ നമ്മുടെ സിവിയറിറ്റി ഓഫ് സിംറ്റംസ്, അതായത് അസുഖങ്ങളുടെ ആ ഒരു എന്താണ് പറയുന്നത്, സിംറ്റംസ് വളരെ മൈൽഡാകും. അത് വേറൊരു പ്രയോജനമാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് കെയർ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, നമ്മൾക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എങ്കിൽ നമ്മൾക്ക് സൈലൻറ്റ് കാരിയറായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ സൈലൻറ്റ് കാരിയറായിട്ട് നമ്മൾക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് കുറയ്ക്കാം. അത് കാരണം നമുക്ക് ബേസിക്കലി നമ്മുടെ തന്നെ ഇൽനെസ്സും നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരുടെ ഇൽനെസ്സും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അവരുടെ ഡെത്തും അവരുടെ ഹോസ്പിറ്റലൈസേഷനും കുറയ്ക്കാൻ പറ്റും. അത് കാരണം ഇമ്മ്യൂണൈസേഷൻ എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരാളുടെ മാത്രം ബെനിഫിറ്റ് അല്ല, ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ എവറിബഡി അറൗണ്ട് യു. അടുത്തതായി ഒരു സംശയമുള്ളത്, ഇത് ശരീരത്തിൽ ഏത് ഭാഗത്താണ് ഈ വാക്സിൻ എടുക്കുക? ചില വാക്സിൻ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ബട്ടക്സിലാണ്, ചിലത് കൈമേ. ഇത് ഏത് ഭാഗത്ത് എടുക്കണം, പിന്നെ എത്ര ഡോസ് ഉണ്ട് ഇത്, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഈ വാക്സിൻ ആക്ച്വലി ഇൻട്രാമസ്കുലർ ആണ്, അതായത് മസിലിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന വാക്സിനാണ്. സോ ഡീപ്പ് ആയിട്ട് കൊടുക്കണമെന്നില്ല. അത് കാരണം കയ്യിലാണ് സാധാരണ ഇഞ്ചക്ഷൻ വയ്ക്കുക. ഒരു ചെറിയ ഒരു പെയിൻ റെഡ്നെസ്സും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 2 ഇഞ്ചക്ഷൻസ് വയ്ക്കണം. ഫസ്റ്റ് ഇഞ്ചക്ഷൻ സ്മോൾ ഡോസാണ് തരുന്നത്. അത് കഴിഞ്ഞിട്ട് 21 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഇഞ്ചക്ഷൻ തരിക. അപ്പോൾ എല്ലാവരും പറയും 28 ദിവസം കഴിയുമ്പോഴാണ് അതിൻ്റെ ഇമ്മ്യൂണിറ്റി വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്മോൾ ഡോസ് തരും, നമുക്കൊരു ചെറിയ ഇമ്മ്യൂണിറ്റിയെ കിട്ടുള്ളൂ അതിൽ നിന്ന്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ് കഴിഞ്ഞിട്ട് 7 ഡേയ്സ് കഴിയുമ്പോഴാണ് മജോറിറ്റി ഓഫ് സ്റ്റഡീസ് ഒരു 95% ഷുവറായിട്ടും ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നത്. HSC ആരെല്ലാമാണ് ഈ വാക്സിൻ നൽകുവാൻ ഇതുവരെ നിയോഗിച്ചിട്ടുള്ളത്? HSC വാക്സിൻ പ്രോഗ്രാംസ് ഇപ്പം നമുക്ക് ശരിക്കും നോക്കുകയാണെങ്കിൽ ഫ്ലൂ വാക്സിൻ പ്രോഗ്രാം റീസെൻ്റ്ലി നമ്മൾ നിയർലി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ട്രെയിൻഡ് വാക്സിനേറ്റേഴ്സ് ഒത്തിരി ഹെൽത്ത് കെയർ സെക്ടറിൽ HSCക്ക് ഉണ്ട്. ട്രെയിൻഡ് നഴ്സസ് ആൻഡ് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, അങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് വാക്സിനേറ്റേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മളിപ്പോൾ ഒരു വാക്സിൻ കേന്ദ്രത്തിൽ എത്തുന്നു, അതിപ്പോൾ പബ്ലിക്കിനുള്ള വാക്സിൻ കേന്ദ്രം തീരുമാനിച്ചിട്ടാണ്, നമുക്ക് ചിലപ്പോൾ ചില ഫുട്ബോൾ സ്റ്റേഡിയങ്ങളോ അതൊക്കെ ആയിരിക്കാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ എന്തെല്ലാമാണ് അവിടെ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രൊസീജിയേഴ്സ്, അതൊന്ന് വിശദീകരിക്കാമോ? ആദ്യം തന്നെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും, നമ്മൾക്ക് എവിടെയാണ് വാക്സിൻ എടുക്കേണ്ടതെന്നും എന്നാണ് ഡേറ്റെന്നും ടൈമും ഒക്കെ നമ്മൾക്ക് അറിയിക്കും. അത് നമ്മുടെ ഹോസ്പിറ്റൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഓരോ ഹോസ്പിറ്റലിലും സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എവിടെയാണോ ചെല്ലേണ്ടത് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ടും നമ്മളുടെ ഹാൻഡ് ഹൈജീൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളുടെ പ്രൊട്ടക്ഷൻ, അതായത് നമ്മൾ മാസ്ക് ഇടണം, നമ്മുടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ അതുണ്ടാവണം. അതുപോലെ നമുക്ക് വേറെ ഒരു ഫോം നമ്മുടെ കയ്യിൽ തരും, അത് നമ്മൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അത് GDPR വെച്ച് വളരെ സേഫ്റ്റിയോടുകൂടി HSC ഹാൻഡിൽ ചെയ്യുമെന്നാണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ എൻ്റർ ചെയ്യേണ്ടി വരും. ആ ഫോം അവർക്ക് തിരിച്ചു കൊടുക്കണം. അതുപോലെ നമുക്ക് നമുക്ക് സിവിയർ അലർജിക് റിയാക്ഷൻ, അതായത് നമുക്ക് ഫുഡിനോടോ അല്ലെങ്കിൽ വേറെ ഡ്രഗിനോടോ സിവിയർ അലർജിക് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അത് ചിലപ്പോൾ അങ്ങനെ സിവിയർ അലർജി റിയാക്ഷൻ ഉള്ളവർക്ക് മെഡിക്കൽ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടേ വാക്സിൻ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഫീവർ ഉണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഫീവർ ഉണ്ടെങ്കിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യണം. കറൻ്റ്ലി 38 above ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഫീവർ സെറ്റിലാകാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ ഇപ്പോൾ കറൻ്റ്ലി ഉണ്ട്, അല്ലെങ്കിൽ ബിഫോർ 4 weeks ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല. ആഫ്റ്റർ 4 weeks കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ.
ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഫ്റ്റർ കെയർ ലീഫ്ലെറ്റ് തരും. അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. അതിൽ മെയിനായിട്ട് നമ്മുടെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. എല്ലാവർക്കും തന്നെ ചെറിയ തോതിൽ നമുക്ക് ഇഞ്ചക്ഷൻ സൈറ്റിൽ പെയിൻ ഉണ്ടാവും, അതുപോലെ ഹെഡ് ഏക്ക്, ബോഡി ഏക്ക്, അങ്ങനെ ചെറിയൊരു ഫീവർ ഫോർ 2 days, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് ആ ലീഫ്ലെറ്റിലുണ്ടാവും. നമ്മളത് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഫീവർ നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഡോക്ടറിനെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം ആ ലീഫ്ലെറ്റിലുണ്ട്. അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ കാർഡുണ്ട്. ആ കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിൽ നിന്ന് 21 days കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത വാക്സിൻ എടുക്കേണ്ടത്. അത് നമുക്ക് റെക്കോർഡായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിരിക്കണം. കാരണം നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവോ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ അതൊരു ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡായിട്ട് നമ്മൾ ആ കാർഡ് കയ്യിൽ സൂക്ഷിക്കണം. പൊതുജനങ്ങൾക്കുള്ള മറ്റൊരു പ്രധാന ഡൗട്ടാണ്, പലർക്കും ഈ COVID-19 അസുഖം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അസുഖം വന്നിട്ടുള്ളവർക്ക് ഇനി വാക്സിൻ എടുക്കണോ? കാരണം എനിക്കും ഈ കോവിഡ് വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ എനിക്കൊരു ആൻറ്റിബോഡി ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ ബോഡിയിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാക്സിൻ വേണ്ടി വരില്ല എന്നൊരു ധാരണ എനിക്കുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കോവിഡ് വന്നിട്ടുള്ളവർക്ക് വാക്സിൻ എടുക്കണോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. കാരണം ഹെൽത്ത് കെയറിലെ ഒത്തിരി ആൾക്കാർക്ക് കോവിഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. കുറേ ഹോസ്പിറ്റലുകൾ ഒക്കെ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിരുന്നു. കുറേ ആൾക്കാർക്ക് അവരുടെ ബോഡിയിൽ ആൻറ്റിബോഡി ഉണ്ട്. പക്ഷേ സ്റ്റഡീസ് പറയുന്നത് നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ ചിലപ്പോൾ സിംറ്റമാറ്റിക് കോവിഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാകും. അതായത് നമുക്ക് പനി ഉണ്ടായിരുന്നു, നമുക്ക് വളരെ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ചിലർക്ക് ഒരു സിംറ്റവും ഉണ്ടായിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമുക്ക് കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. മെയിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഡി വെച്ചിട്ട് പറയുന്നത് നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം അത് ഇനി നമ്മൾ റീഇൻഫെക്റ്റ് ആയാൽ സിവിയറിറ്റി ഓഫ് ഇൻഫെക്ഷൻ സൈൻസ് കുറയ്ക്കും. അതായത് നമ്മുടെ ബ്രീതിങ് പ്രോബ്ലം, നമ്മുടെ ടെമ്പറേച്ചർ, നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് വരാവുന്ന എല്ലാ ഇൽനെസ്സിൻ്റെയും സിംറ്റംസ് കുറയ്ക്കും. അതുപോലെ തന്നെ ഈ അനദർ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയ വൈറസാണ്. എത്ര നാളത്തേക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്, അതായത് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എത്ര നാൾ നിൽക്കും എന്നതിനെക്കുറിച്ച് നമുക്ക് ഉറപ്പല്ല. ആ സ്ഥിതിക്ക് നമ്മൾ എടുക്കാതെ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കോവിഡ് ഇൻഫെക്ഷൻ റിപ്പീറ്റ് ആയിട്ട് മോർ സിവിയർ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ഓഫർ ചെയ്യുന്ന ടൈമിൽ വാക്സിൻ എടുക്കണം. അടുത്ത പൊതുജനങ്ങൾക്കുള്ള സംശയമാണ്, എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലോ അല്ലെങ്കിൽ പ്രത്യേക അവസ്ഥകളോ നമ്മൾ ഈ വാക്സിൻ എടുക്കാൻ പാടില്ലാത്തുണ്ടോ? അതായത് എന്തെല്ലാമാണ് ഇതിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻസ്, അതൊന്ന് വിശദീകരിക്കാമോ? കോൺട്രാ ഇൻഡിക്കേഷൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. പിന്നെ സിവിയർ ഡ്രഗ് ഓർ ഫുഡ് അലർജി ഉള്ളവരെ എടുക്കാൻ പാടില്ല. അതുപോലെ ഞാൻ വേറെ 1-2 കാര്യങ്ങൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വിട്ടുപോയ ഒരു കാര്യം, ഫസ്റ്റ് കോവിഡ് വാക്സിൻ എടുക്കുമ്പോൾ സിവിയർ അലർജിക് റിയാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വാക്സിൻ അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ അലർജിയുടെ കേസ് വന്നപ്പോഴാണ് ഒരു സംശയം ഉള്ളെടുത്തത്. നമ്മളെല്ലാവരും ടി വിയിൽ കണ്ടിരുന്നു, ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നു, അതിന് മൈക്കിൽ സംസാരിക്കുന്ന സമയത്ത് കുഴഞ്ഞു വീഴുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ അയർലൻഡിൽ ഇപ്പോൾ നമ്മളൊരു എവിടെയെങ്കിലും ഫുഡ് പോസ്റ്റ് സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും വാക്സിൻ പോകുമ്പോൾ ഇഞ്ചക്ഷൻ എടുത്തു, അപ്പോൾ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ വന്ന് കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയെ റിവൈവ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും മെഡിക്കൽ ടീം കൂടെ അവിടെ ഉണ്ടാവുമോ? എന്താണ് അതിനെപ്പറ്റി HSC പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ വാക്സിൻ ഒത്തിരി ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ സേഫ്റ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്.
അലർജിക് റിയാക്ഷൻസ് വളരെ റെയറാണ്. അനഫിലാക്റ്റിക് റിയാക്ഷൻസും വളരെ റെയറാണ്. അൺലെസ് നമുക്ക് വേറെ ഏതെങ്കിലും ഡ്രഗുമായിട്ട് അലർജി ഓൾറെഡി നോൺ ആയിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ടും അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ചിലർക്കൊക്കെ ആൻസൈറ്റി കാരണം സൊമാറ്റിക് ഇൽനെസ് പോലെ ഫെയിൻറ്റിങ്ങും അങ്ങനെയുള്ള സിംറ്റംസും ഉണ്ടാകാറുണ്ട്. അതുപോലെ എനിവേ നമ്മൾക്ക് ഒരു അലർജിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ വാക്സിനേറ്റേഴ്സും അലർജിക് റിയാക്ഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് ട്രെയിൻഡ് ആണ്. അവിടെ ഒരു ടീം ഉണ്ടായിരിക്കും. അവർക്ക് അനഫിലാക്റ്റിക് ഷോക്ക് ഡീൽ ചെയ്യാനുള്ള എമർജൻസി ഡ്രഗും സപ്ലൈസും സാധാരണ എല്ലാ വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്ന കേന്ദ്രങ്ങളിലും ഉണ്ടാവും. പൊതുജനങ്ങൾക്കുള്ള വേറൊരു സംശയമാണ് ഈ മുലയുടെ അമ്മമാർ, പ്രഗ്നന്റ് അമ്മമാർ, പ്രഗ്നന്റ് ലേഡീസ്, ഇവർക്കൊക്കെ വാക്സിൻ എടുക്കാൻ പാടുണ്ടോ? എന്താണ് HSCയുടെ ഈ കാര്യത്തിലുള്ള നിലപാട്? ഒന്ന് വിശദീകരിക്കാമോ? ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സ് വാക്സിൻ എടുക്കാനായിട്ടാണ് HSCയുടെ റെക്കമെൻഡേഷൻ. പ്രഗ്നന്റ് ലേഡീസിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്റ്റഡീസ് ലിമിറ്റഡ് ആണ്. അത് കാരണം HSC പ്രഗ്നന്റ് ലേഡീസിനെ ലാസ്റ്റ് ഓൺ ദ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി. അതായത് നമുക്ക് കൂടുതൽ സ്റ്റഡീസ് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷേ അതേസമയം HSC അഡ്വൈസ് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഗുണവും ദോഷവും കണക്കിലെടുത്ത് നമ്മുടെ കൺസൾട്ടിങ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ്. അതേസമയം അതായത് നമുക്ക് കൂടുതൽ എക്സ്പോഷർ ഉള്ള സ്ഥലത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഹെൽത്ത് കെയറിലോ അല്ലെങ്കിൽ അതുപോലെ ക്രൗഡഡ് ഏരിയയിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഗൈനക് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതായിട്ടുള്ളൊരു സംശയമുള്ളത്, ഈ HIV രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, ഈ ഇമ്മ്യൂണോ സപ്രസൻ്റ് ഇഞ്ചക്ഷൻ കിട്ടുന്ന രോഗികൾ, ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള പേഷ്യൻസ്, ഇവർക്കൊക്കെ ഈ കോവിഡ് വാക്സിൻ എടുക്കാൻ പറ്റുമോ? ഈ കാറ്റഗറിയിലുള്ള രോഗികളെ കുറിച്ച് നമുക്ക് സ്റ്റഡീസ് ഒത്തിരി ലിമിറ്റഡ് ആണ്. അവൈലബിലിറ്റി ഒത്തിരി ലിമിറ്റഡ് ആണ്. അത് കാരണം അത് ഇൻഡിവിജ്വൽ കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് വാക്സിൻ കൊണ്ട് ഈ COVID-19 വാക്സിൻ കൊണ്ട് നമ്മൾക്ക് കോവിഡ് ഉണ്ടാവില്ല. കാരണം ഇത് ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിനോ ലൈവ് വാക്സിനോ അല്ല. അതേസമയം നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓരോ വ്യക്തിയും, ഓരോ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ മെൻഷൻ ചെയ്ത അസുഖങ്ങളുള്ള പേഷ്യൻസ് ഒരു പ്രോട്ടീനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അത് ഡിപ്പെൻഡ് ഓൺ അവരുടെ ഡിസീസ് സ്റ്റേജ്, അതുപോലെ അവരുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജ്, അതിനോട് ബന്ധപ്പെട്ടാണ് അവരെങ്ങനെ ഈ വാക്സിൻ അവരുടെ സിസ്റ്റം യൂസ് ചെയ്യുമെന്നുള്ളത്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ അതും ഇൻഡിവിജ്വൽ കൺസിഡറേഷനാണ്. ദേ ഹാവ് ടു ഡിസ്കസ് വിത്ത് ദെയർ ടീം, കൺസൾട്ടൻറ്റ് ടീം, ആൻഡ് ദെൻ അതനുസരിച്ചാണ് അവർക്കത് ഡിസിഷൻ എടുക്കേണ്ടത്. പൊതുജനങ്ങൾക്കുള്ള വേറൊരു വലിയ ഉത്കണ്ഠയാണ് ഇപ്പോൾ എനിക്കുണ്ട് ആ ഉത്കണ്ഠ. അതായത് സാധാരണ വാക്സിൻ നമ്മൾ കേട്ടിട്ടുണ്ട് 5-10-15 വർഷം കൊണ്ടാണ് മാർക്കറ്റിൽ അവസാനം വരുന്നത്, പല പരീക്ഷണങ്ങളും ട്രയലുകളും കഴിഞ്ഞിട്ട്. ഈ വാക്സിൻ ഒരു ലെസ് ദാൻ 1 ഇയർ കൊണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയി. അതുകൊണ്ട് ഇത് സുരക്ഷിതമാണോ? ഇത് എടുത്തു കഴിഞ്ഞാൽ കട്ടപ്പൊടിയാവോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് വറീഡാണ്. ഈ വാക്സിൻ എന്ന് പറയുന്നത് ഈ ഇൻഫെക്ഷൻ പോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു വാക്സിനാണ്. അതായത് ഈ കോവിഡ് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മാത്രം തന്നെ ഇതിൻ്റെ സ്റ്റഡീസ്, അതായത് ഈ വാക്സിൻ സ്റ്റഡീസ് സാധാരണ നടക്കുന്നത് വളരെ ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് നടക്കുന്നത്. അതായത് ഒരു സ്റ്റേജ് ട്രയൽ കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോയി, അങ്ങനെ 4-5 സ്റ്റേജസ് കഴിഞ്ഞാണ് ഒരു വാക്സിൻ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഫ്ലൂവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലൂ അല്ല, മെർസ്കോവി അല്ലെങ്കിൽ സാർസ് അതൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആക്ച്വലി ആ ഇൽനെസ് നമ്മുടെ ലോകത്ത് നിന്ന് ഡിസപ്പിയർ ആയി, അത് കാണാനില്ല.
പക്ഷേ ഈ കോവിഡിൻ്റെ കാര്യത്തിൽ അത് അങ്ങനെ സംഭവിക്കുന്നില്ല. കോവിഡിന് എപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കോവിഡ് കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡീസ് നടത്തിയപ്പോൾ ഈ എല്ലാ സ്റ്റേജസും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്തു. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 അതെല്ലാം സൈമൾട്ടേനിയസ്ലി ചെയ്തു. അത് കാരണമാണ് നമുക്ക് ഈ വാക്സിൻ ചുരുങ്ങിയ കാലയളവിൽ നമ്മൾക്ക് ലഭ്യമായത്. ഇതിന് ഒരു ഡ്രോബാക്ക് ഉള്ളത്, നമുക്ക് നമ്മുടെ ലിമിറ്റഡ് ടൈം കൊണ്ട് ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല. നമുക്ക് കോവിഡ് ഈ വാക്സിൻ എടുത്തതുകൊണ്ട് നമുക്ക് കോവിഡ് കിട്ടത്തില്ല, കാരണം ഇത് ലൈവ് അറ്റന്യൂവേറ്റഡോ ലൈവ് വാക്സിനോ അല്ല, അത് ഉറപ്പാണ്. ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഇത് എത്ര നാൾ നമുക്ക് പ്രൊട്ടക്ഷൻ തരും എന്നറിഞ്ഞുകൂടാ. കാരണം നമുക്ക് ഈ സ്റ്റഡി തുടങ്ങിയിട്ട് 1 ഇയർ ആകുന്നതേ ഉള്ളൂ. ഈ 1 ഇയറിനകത്ത് നമുക്ക് ഇത് 1 ഇയർ, അതായത് ഫ്ലൂ വാക്സിൻ പോലെ എല്ലാ വർഷവും എടുക്കേണ്ടതായിട്ട് വരുമോ, അതോ ഇത് നമുക്ക് കൂടുതൽ സമയം പ്രൊട്ടക്ഷൻ തരുമോ, ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ദാറ്റ് ഓൺലി ടൈം വിൽ ടെൽ. വാക്സിൻ്റെ കാര്യത്തിൽ വാക്സിൻ ഈസ് എ റിയാലിറ്റി നൗ. നമ്മുടെ ഇവിടെയും UK-യിലും അമേരിക്കയിലും എല്ലാം എനിക്കും എൻ്റെ ഫ്രണ്ട്സും നമുക്കറിയാവുന്ന ഒത്തിരി പേര് ഓൾറെഡി വാക്സിൻ എടുത്തു കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ മൈൽഡ് റിയാക്ഷൻസേ ഉള്ളൂ ഞാൻ അറിഞ്ഞെടുത്തോളം. അത് കാരണം തികച്ചും സേഫായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അയർലൻഡിൽ തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 500ഓളം ആൾക്കാർക്ക് വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. കൂടുതൽ വാക്സിൻ ഈ ആഴ്ച ഇനിയും കൊടുക്കുന്നുണ്ട്. അത് കാരണം അതിന് ഒത്തിരി റിയാക്ഷൻസ് ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കലി നോക്കുമ്പോൾ അത് ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ്. നമുക്കറിയാവുന്ന ആൾക്കാർക്ക് വാക്സിൻ എടുത്തിട്ട് മെയിൻലി കേട്ട കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഏക്കാണ്, പിന്നെ ഒരു ചെറിയ കൈവേദന. അതല്ലാതെ കണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു സയൻസും ഒരു റിയാക്ഷനും കേട്ടിട്ടില്ല. അടുത്തതായി ഒരു സംശയം എല്ലാവർക്കും ഉള്ളത്, ഒരിക്കലും വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടില്ലോ, അപ്പോൾ ഇനി മാസ്ക് ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞൂടെ? അതപ്പം ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. അപ്പോൾ പലരും എൻ്റെ കൊളീഗ്സ് ചോദിക്കുന്നുണ്ട്, ഒരിക്കലും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പബ്ബിൽ പോയി വീശാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? എല്ലാവർക്കും ആഗ്രഹമാണ് നമുക്ക് ഈ മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഒക്കെ ഒഴിവാക്കി നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അത് കുറച്ച് വിദൂരമാണ്. കാരണം നമ്മൾക്ക് കോവിഡ് വാക്സിൻ എടുത്തെങ്കിലും നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടാവണമെന്നില്ല. അതുപോലെ ഫുൾ കവറേജ് പോപ്പുലേഷന് കിട്ടണമെങ്കിൽ ഇനിയും ഇത് 1-2 മാസങ്ങൾ കൊണ്ട് തീരുന്ന പ്രശ്നമല്ല. ഇതിൻ്റെ വേറെ വെറൈറ്റി ഓഫ് കോവിഡ് നമ്മുടെ എന്താ പറയുന്നത് മ്യൂട്ടേഷൻ വരുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ അവൈലബിൾ നോളജ് വെച്ച് നമുക്ക് ഇത് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എങ്കിലും നമ്മൾക്ക് ഇനിയും പബ്ലിക് ഹെൽത്ത് അഡ്വൈസ് അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമ്മൾ മാസ്ക് ഇടണം, നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കണം. അതായത് ഈ സ്പ്രെഡ് ഒരു കൺട്രോൾഡ് റേഷ്യോ അല്ലെങ്കിൽ സേഫ്റ്റി ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ പബ്ലിക് ഹെൽത്ത് അഡ്വൈസ് തന്നെ ഉണ്ടാവും നമുക്ക് ഇത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. എപ്പോഴും പബ്ലിക് ഹെൽത്ത് അഡ്വൈസ് പാലിക്കുക. ഇപ്പോൾ നമ്മൾക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഹാൻഡ് ഹൈജീനും എല്ലാം നമ്മൾ കുറച്ച് നാളും കൂടെ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അടുത്തതായി മിസ്സിസ് ജീജ ജോസഫിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കോവിഡ് വാക്സിൻ എടുത്ത് വീട്ടിലെത്തിയപ്പോൾ ചില സൈഡ് എഫക്റ്റുകൾ അനുഭവപ്പെട്ടു. അപ്പോൾ എന്താണ് ആ വ്യക്തി ചെയ്യേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? അതൊന്ന് വ്യക്തമാക്കാമോ? വാക്സിൻ സാധാരണ എല്ലാ വാക്സിനും എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാകും. കാരണം അത് ബോഡി ഈസ് റിയാക്ടിങ് ടു ദ ഫോറിൻ ഒബ്ജക്റ്റ്. അത് കാരണം ചെറിയ എഫക്ട്സ് എല്ലാവർക്കും ഉണ്ടാവാം. സിവിയർ സൈഡ് എഫക്റ്റ് വളരെ റെയറാണ്. 1 in 10 പീപ്പിൾ ഒക്കെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാറുള്ളൂ. അതായത് സിവിയർ മീൻസ് ഹെഡ് ഏക്ക്, മസിൽ പെയിൻ, ടെൻഡർനെസ്, സ്വെല്ലിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെരി സിവിയർ റിയാക്ഷൻ 1 in 10,000 പീപ്പിളേ കാണാറുള്ളൂ. അതായത് അനഫിലാക്റ്റിക് റിയാക്ഷൻ, ആ രീതിയിലുള്ള റിയാക്ഷൻ.
പിന്നെ ചിലർക്കൊക്കെ ഒരു 1 in 1000 ഒക്കെ ഒരു ഇച്ചിനെസ് അനുഭവപ്പെടാറുണ്ട് ഇഞ്ചക്ഷൻ സൈറ്റിൽ. അതല്ലാതെ കൊണ്ട് ഫീവർ ഉണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി രണ്ടാമത്തെ ഡോസിന് ശേഷം. അതായത് സ്മോൾ ഡോസാണ് ആദ്യം തരുന്നത്, രണ്ടാമത്തെ ഡോസാണ് ഹയർ ഡോസ്. അത് കഴിയുമ്പോൾ ഫീവർ ഉണ്ടാകാൻ വളരെ ചാൻസ് ഉണ്ട്. സാധാരണഗതിയിൽ ഫീവർ 48 hours വരും, അത് ഒരു 2 days സബ്സൈഡ് ആകും. അതേസമയം നമുക്ക് ഫീവർ കണ്ടിന്യൂ ചെയ്യുവാണ്, അതായത് 48 hours കഴിഞ്ഞിട്ടും ഹൈ ടെമ്പറേച്ചർ, അതായത് 38 എബോവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണം. അതർവൈസ് ഈ സ്മോൾ സൈഡ് എഫക്റ്റ് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. കാരണം ഈ വാക്സിൻ ഈ പറഞ്ഞ പോലെ കുറേ സ്റ്റഡികളും അലർജിക് ടെസ്റ്റുകളും ഒത്തിരിയും സേഫ്റ്റി ടെസ്റ്റുകളും എല്ലാം പാസ്സായിട്ട് വരുന്ന മെഡിസിനാണ്. സോ സിവിയർ റിയാക്ഷൻസിനുള്ള ചാൻസ് ഒത്തിരി കുറവാണ്. എനിക്ക് അവസാനമായി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, ഇപ്പോൾ പല ഊഹാപോഹങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. പല ഫേക്ക് ന്യൂസുകൾ, മിസ്ഇൻഫോർമേഷൻസ് ആൻഡ് ഡിസ്ഇൻഫോർമേഷൻസ്. അതിൽ മുന്നോട്ട് നിൽക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഇഞ്ചക്ഷൻ കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ശരീരം പാരലൈസ് ചെയ്ത് പോകും, പിന്നെ ഇൻഫെർട്ടിലിറ്റി വരും. പിന്നെ എൻ്റെ ഈ അടുത്ത് എൻ്റെ മോള് പറഞ്ഞതാണ് അവരുടെ സ്കൂളും കോളേജിലൊക്കെ പറയുന്നത് ഇതിൻ്റെ കൂടെ ഒരു മൈക്രോചിപ്പ് കൂടിയും കയറ്റി വിട്ടിരുന്നു. അപ്പോൾ ജനങ്ങളെ കുറച്ചൊരു എന്താ പറയുക ഉത്കണ്ഠാകുലരാണ് ഇങ്ങനത്തെ ഈ ഫേക്ക് ന്യൂസ് കാരണം. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ആൻറ്റി വാക്സിൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂ കൺസെപ്റ്റ് അല്ല. നമ്മൾക്ക് എന്ന് തൊട്ട് നമ്മൾ വാക്സിൻ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ടേ ഉള്ളതാണ് ആൻറ്റി വാക്സിൻ ക്യാമ്പയിൻ. അത് നമ്മൾ മോർ സിവിയർലി അല്ലെങ്കിൽ മോർ തറോ ആയിട്ട് നമ്മൾ പോപ്പുലേഷൻ കവർ ചെയ്യാൻ നോക്കുമ്പോൾ അതനുസരിച്ച് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എപ്പോഴും തന്നെ നടക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ആൾക്കാരുണ്ട് മീസിൽസ് വാക്സിൻ എടുക്കാത്തവർ. പക്ഷെ നമുക്കറിയാം മീസിൽസ് വാക്സിൻ എടുക്കണം, നമ്മുടെ പിള്ളേർക്കെല്ലാം മീസിൽസ് വാക്സിൻ കൊടുക്കാറുണ്ട്. അതുപോലെ പല വാക്സിനും അഗെയിൻസ്റ്റ് ആയിട്ട് ക്യാമ്പയിൻസ് നടക്കാറുണ്ട്, ഫ്ലൂ വാക്സിൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കാറുണ്ട്. ഇതുപോലെ ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. അതുപോലെ ഈ വാക്സിൻ ഇൻഫെർട്ടിലിറ്റി സ്റ്റഡീസ് ഇൻഫെർട്ടിലിറ്റിയെ ബാധിക്കുമെന്ന് സോഫാറുള്ള സ്റ്റഡീസ് ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. റാറ്റ്സിൽ അവർ സ്റ്റഡീസ് നടത്തിയിരുന്നു, അത് റാറ്റ്സിൻ്റെ ഇൻഫെർട്ടിലിറ്റിയെ ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഫർദർ സ്റ്റഡീസ് നടത്തും. പക്ഷേ സോഫാർ ദർ ഇസ് നോ പ്രൂവൺ എവിഡൻസ് ദാറ്റ് ഇറ്റ് അഫക്ട്സ് ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, അത് കാരണം ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് പിന്നെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് മൈക്രോചിപ്പ് ഒന്നുമല്ല, ഇത് ഒരു വൈറസിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് തന്ന് നമ്മളെ കൊണ്ട് അതിൻ്റെ റെസ്പോൺസ് നമ്മുടെ ബോഡിയിലുണ്ടാക്കി അതിനെ മെമ്മറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് കോവിഡ് വന്നാൽ ഉപയോഗിക്കാം എന്നുള്ള ഇതിൽ. അതേപോലെ തന്നെ ഇത് ഒരിക്കലും നമുക്ക് COVID-19 തരത്തില്ല. വാക്സിൻ എടുത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും COVID-19 കിട്ടാൻ പോകുന്നില്ല, കാരണം അത് ലൈവ് വാക്സിൻ അല്ല. പാരാലിസിസ്, ഓക്കെ, അതിനെക്കുറിച്ച് 1 in 10,000 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മൈൽഡ് ഫേഷ്യൽ പാരാലിസിസ്, അതായിരിക്കാം അങ്ങനെ ഒരു ആൻസർ വരാനായിട്ടുള്ള കാര്യം. അത് ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ പാരാലിസിസ് വന്നതായിട്ട് വളരെ റെയറായിട്ട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സിവിയർ പാരാലിസിസ് ഒന്നും തന്നെ സ്റ്റഡീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമുക്ക് വിലയേറിയ ഉപദേശങ്ങളും ഇൻഫോർമേഷൻസ് പങ്കുവച്ച മിസ്സസ് ജീജ ജോസഫിനെ പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു. നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.